കോഴിക്കോട് മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലെ പുകയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ്. നിർമ്മാണത്തിലെ അപാകത ഉൾപ്പെടെ പരിശോധിക്കണമെന്ന് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ പറഞ്ഞു. കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തന്നെ ഉടൻ ആരംഭിക്കണം. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയവരുടെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണം. അപകടത്തിനിടെ മരിച്ച 4 പേരുടെയും മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നും പ്രവീൺ കുമാർ ആവശ്യപ്പെട്ടു. സംഭവം ഉണ്ടായപ്പോൾ അതിന് എമർജൻസി ആയിട്ട് ഇവാക്യുവേറ്റ് ഒഴിപ്പിക്കലിൽ വലിയ തടസ്സങ്ങൾ നേരിട്ടു. അത് ഇവിടുത്തെ പ്രശ്നങ്ങൾ തന്നെയല്ലേ? അതായത് ഈ വലിയൊരു കെട്ടിടത്തിൽ എമർജൻസി എക്സിസ്റ്റ് ഇല്ല. 50 ആളുകൾ സഞ്ചരിക്കുന്ന ബസ്സുകളിൽ പോലും എമർജൻസി എക്സിസ്റ്റ് ഉള്ള ഈ നാട്ടിൽ ഈ വലിയ ആശുപത്രി എമർജൻസി എക്സിസ്റ്റ് ഇല്ല. കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യേണ്ട റാമ്പുകൾ വേസ്റ്റ് കൊന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ കോമ്പൗണ്ട് ഒരു ജയിൽ പോലെയാണ്. ആ മുഴുവൻ കന്മതിൽ വെച്ച് അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ നിർമ്മാണത്തിലെ അപാകതയാണ് ഒന്നാമത് പ്രതിരോധ തടസ്സം, രണ്ടാമത്തത് മെയിന്റനൻസ്, മൂന്നാമത്തത് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ. ഈ 3 കാര്യത്തിൽ പരാജയമാണ്. രണ്ടാമത് ഇന്നലെ നസീറയുടെ ബന്ധുക്കൾ പറഞ്ഞു വെച്ചാൽ എമർജൻസി ഓരോ കെട്ടിടം ഡോറ് പൂട്ടിയിരുന്നു, അത് പൊട്ടിച്ചാണ് പുറത്തു കൊണ്ടി വന്നത്. ഞാൻ പറയട്ടെ, ഡോറുകൾ പൊട്ടിക്കുന്നു, ജനലുകൾ പൊട്ടിക്കുന്നു, റാമ്പിലെ വെച്ചെടുക്കുന്നു, മതിൽ പൊളിക്കുന്നു. ആംബുലൻസ് ഇവിടെ നിന്ന് കടന്നുപോയത് ഈ ചുറ്റോട് ചുറ്റും കെട്ടിയ ജയിലിലൊക്കെ കെട്ടുമ്പോൾ കെട്ടിയ മതിൽ പൊളിച്ചാണ്. ഇതൊക്കെ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമഗ്രമായ അന്വേഷണം വേണ്ടത്. 1 ഇതിന്റെ കാരണം, 2 ഇതിന്റെ പ്രതിരോധ തടസ്സം. ആ തടസ്സത്തിന്റെ കാരണങ്ങൾ അന്വേഷിച്ചാൽ നിർമ്മാണത്തിൽ തൊട്ടുള്ള അപാകതകൾ നമുക്ക് മനസ്സിലാവും. പിന്നെ ഈ കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം ശരിക്കും ഇവിടെ തന്നെ വരത്തില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എല്ലാവരുടെയും മെഡിക്കൽ ക്യാമ്പ് വെക്കാറില്ലേ? പെട്ടെന്ന് തന്നെ വെക്കാറില്ലേ? എമർജൻസി അതുപോലെ തന്നെ ചില ദുരന്തങ്ങളുടെ നമ്മൾ മെഡിക്കൽ ക്യാമ്പ് തുറക്കാറില്ലേ? അതുപോലെ എന്തുകൊണ്ട് മെഡിക്കൽ കോളേജ് തുടങ്ങിക്കൂടാ? അതുകൊണ്ട് 1 മിനിറ്റ് വൈകാതെ കാഷ്വാലിറ്റി മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ പറ്റിയ സ്ഥലത്ത് പ്രവർത്തനം ആരംഭിക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടുന്നത്. അത് പൊതുജനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നതാണ്. ബീച്ചിൽ വെച്ചിട്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. ബീച്ച് അവിടെ കിടക്കുന്നു. ബീച്ചിലേക്ക് എത്തണമെങ്കിൽ എത്ര ട്രാഫിക് ബ്ലോക്കാണ്. ഇപ്പൊ രാവിലെ ഒന്നും പ്രശ്നമില്ല. ആൾക്കാർ ആദ്യം മെഡിക്കൽ കോളേജിലേക്ക് വരിക. അത് മാത്രമല്ല, കോഴിക്കോട് നഗരത്തിലെ ട്രാഫിക് ബ്ലോക്ക്, പിന്നെ ജനങ്ങളുടെ മനസ്സിലുള്ള മെഡിക്കൽ കോളേജ് സ്പോട്ട്, ഒരു അപകടം വരുമ്പോൾ ആൾക്ക് സ്ഥലവും ഓർമ്മ വരില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാഷ്വാലിറ്റി ഇവിടെ പ്രവർത്തനം ആരംഭിക്കണം. അതാണ് ആരോഗ്യമന്ത്രി ചെയ്യേണ്ടത്. സന്ദർശനം നടത്തുന്നതിന്റെയും അന്വേഷണത്തിന് മുമ്പ് അടിയന്തരമായി ഇവർക്ക് നിർദ്ദേശം കൊടുക്കേണ്ടത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ തന്നെ കാഷ്വാലിറ്റി പ്രവർത്തനം ആരംഭിക്കണം എത്രയും പെട്ടെന്ന്. പിന്നെ എല്ലാ ബോഡിയും പോസ്റ്റ്മോർട്ടം വേണം, നിർബന്ധം. കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കാരണം കൊണ്ടായിരിക്കില്ല മരണപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇത് നടന്ന സാഹചര്യത്തിൽ എല്ലാ മൃതശരീരങ്ങളും പോസ്റ്റ്മോർട്ടം ചെയ്ത് കാരണം മനസ്സിലാക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇവിടുന്ന് ജീവനും കൊണ്ട് ഓടിയെത്തിയത് സ്വകാര്യ ആശുപത്രിയിലാണ്. അവരുടെ കയ്യിൽ പണമില്ല, ആശുപത്രി പണം ചോദിക്കുന്നു. അതുകൊണ്ട് ചികിത്സാ ചെലവ് ജില്ലാ ഭരണകൂടം ഏറ്റെടുത്തു എന്നുള്ള പ്രഖ്യാപനം വരികയും അതിനൊപ്പം നടപടി ഉണ്ടാവുകയാണ്. തീർച്ചയായും. അതായത് 1 പോസ്റ്റ്മോർട്ടം പൂർണ്ണമായി എല്ലാ ബോഡികളുടെയും പോസ്റ്റ്മോർട്ടം നടക്കണം. 2 ആശുപത്രിയിലേക്ക് മാറ്റിയ ആൾക്കാരുടെ ചികിത്സയുടെ ചെലവ് ജില്ലാ ഭരണകൂടം വഹിക്കണം. പിന്നെ സമഗ്രമായ അന്വേഷണം ഇവിടുത്തെ 2 കാര്യത്തിൽ, നിർമ്മാണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല മെയിന്റനൻസിന്റെ കാര്യത്തിൽ, എമർജൻസി സംവിധാനങ്ങൾ നേരിട്ട പ്രതിരോധ സംവിധാനങ്ങൾ തടസ്സങ്ങൾ നേരിട്ട കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ ആവശ്യപ്പെടുന്നത്.